കർത്തർദാസൻ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിച്ച പ്രിയ ടീമിലെ അംഗങ്ങൾ, വാത്സല്യ ദൈവത്തിൻ്റെ ജനം, അടുത്തും അകലെയുമായി ഞങ്ങളെ ശ്രവിക്കുന്ന ഈ ദേശത്തിലെ സുവിശേഷ സ്നേഹികളായ വാത്സല്യ സഹോദരങ്ങൾ, എല്ലാവരെയും ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഫോക്കസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന പേരിൽ നാമധേയത്തിൽ വിവിധ സ്ഥലങ്ങളിൽ കർത്തൃനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന അനുഗ്രഹീതരായ സഹോദരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പലതവണ അവരുടെ മീറ്റിങ്ങുകളിൽ ദൈവോധന ഘോഷിപ്പാൻ കർത്താവ് അവസരത്തെ ഒരുക്കി. എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസങ്ങൾ പരസ്യയോഗമായി മാറ്റിവെച്ച് കർത്തൃവേലയിൽ വളരെ ശുഷ്കാന്തിക്കുന്ന വാത്സല്യ സഹോദരങ്ങൾ, അവരിൽ പലരും സഭാ ശുശ്രൂഷകരാണ്. സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിച്ച് വ്യാഴാഴ്ച എന്നൊരു ദിവസം കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ആ ഒരു ദിനം മാറ്റിവെച്ച് പലയിടത്തും കർത്തൃവേലയിൽ ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുകയും പരസ്യയോഗങ്ങൾ നടത്തുകയും ചെയ്യുന്ന പ്രിയ സുഹൃത്തുക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവരുടെ പ്രവർത്തനങ്ങളെ ആശീർവദിക്കട്ടെ. ഇന്ന് രാത്രിയിൽ വളരെ പ്രാർത്ഥനയോടും ആകാംക്ഷയോടും ദൈവവചന കേൾവിക്കായി കടന്നു വന്നിരിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എന്നെ പരമേൽപ്പിച്ച സന്ദേശം ലഭിച്ച സമയത്തിനുള്ളിൽ അവയെ തീർത്ത് പ്രാർത്ഥിപ്പാനായി ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയത്തെ വചനാധ്യാനത്തിനായി മത്തായി സുവിശേഷം 27-ാമത്തെ അധ്യായം 45 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച് സഹായിച്ചാലും. മത്തായി സുവിശേഷം 27-ാമത്തെ അധ്യായം 45 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ. നേരം മുതൽ 9 മണി നേരം വരെ ദേശത്ത് എല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9 മണി നേരത്ത് യേശു ഏലി ഏലി ലെമ്മാ സബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്നർത്ഥം. അവിടെ നിന്നിരുന്നവരിൽ ചിലർ അത് കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവരിൽ ഒരുത്തൻ ഓടി ഒരു സ്പോങ് എടുത്ത് പുളിച്ച വീഞ്ഞ് നിറച്ച് ഓടത്തേണ്ടിമേൽ ആക്കി അവന് കുടിപ്പാൻ കൊടുത്തു. ശേഷമുള്ളവർ നിൽക്ക, ഏലിയാവ് അവനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽത്തൊട്ട് അടിയോളം 2 ചീന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. അവന്റെ പുനരുദ്ധാനത്തിന് ശേഷം കല്ലറകളെ വിട്ടു വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. ശതാധിപനും അവനോട് കൂടെ യേശുവിനെ കാത്തുനിന്നവരും ഭൂകമ്പം മുതലായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു സത്യമെന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു. എല്ലാ കണ്ണുകളും ദൈവത്തിലടച്ച് വായിക്കപ്പെട്ട തിരുവെഴുത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി മാനവകുലത്തിൻ്റെ രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഗോൽഗൊഥാ മലമുകളിൽ തകർക്കപ്പെട്ട ഇരുട്ട് നിറഞ്ഞ 3 മണിക്കൂർ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത മഹിമയേറിയ അത്ഭുതങ്ങൾ ഇന്ന് രാത്രി വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് വിവരിച്ച് തരേണ്ടതിന്, പൊരുൾ തിരിച്ചു തരേണ്ടതിന് അല്പസമയം സ്തോത്രത്തോട് പ്രാർത്ഥിക്കാം. അളവുകളില്ലാത്ത സ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ആശീർവദിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞങ്ങളങ്ങേ വാഴ്ത്തും. അവിടുത്തെ ജനമങ്ങയിൽ ആശ്രയിച്ച് ക്രമീകരിച്ച ഈ കൺവെൻഷൻ യോഗത്തിൻ്റെ 2ാമത്തെ രാത്രി ദൈവവചന കേൾവിക്കായി കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ ജനത്തിനായി സ്തോത്രം. അടുത്ത മകലയുമായി ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് സഹിച്ച പങ്കപ്പാടുകളും ത്യാഗവും ഇന്ന് രാത്രി അങ്ങയിൽ ആശ്രയിച്ച് വിവരിപ്പാനുള്ള കൃപ തരണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ അങ്ങ് ചെയ്തത് എന്തെന്ന് ഇന്ന് രാത്രി അടിയൻ്റെ മുമ്പിലിരിക്കുന്ന ജനം ബോധ്യത പ്രാപിച്ച് കടന്നു പോകുന്ന ഒരു രാത്രിയായി മാറണമേ. തിരുനാമം മാത്രം മഹത്വമെടുക്കും. അടിയൻ്റെ നാവിനെ സമർത്ഥനായ ലേഖകൻ്റെ നാവ് അമേൻ എഴുത്തുകൊള്ളുക പോലെയാക്കും.
തിരുനാമം മാത്രം മഹിമപ്പെടും. യേശു ക്രിസ്തുവിൻ നാമത്തിൻ്റെ പിതാവേ, ആമേൻ. ഒന്നുകൂടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നമുക്കായിരിക്കാം. കാലത്തിൻ്റെ തികവിങ്കൽ ലോകത്തിൻ്റെ രക്ഷകനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന മാനവകുലത്തിൻ്റെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ജനനം എന്ന ക്രിസ്തുമസ് ഡിസംബർ മാസം 25-ാം തീയതി ലോകമെങ്ങും കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനന വസ്തുത ഏതെങ്കിലും ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്നതല്ല. നമുക്കറിയാം, പല ഉത്സവങ്ങളും ഓരോ സംസ്ഥാനത്തിനകത്തും മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ ഐതിഹ്യങ്ങളിൽ നിന്ന്, ചില മനോഭാവങ്ങളിൽ നിന്ന്, ഭാവനകളിൽ നിന്ന് ഉടലെടുത്തതായ പല വസ്തുതകളും ഒരു നാടിൻ്റെ ഉത്സവമായി, ഒരു സംസ്ഥാനത്തിൻ്റെ ഉത്സവമായി മാറുമ്പോൾ മാനവകുലത്തിൻ്റെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ജഡാവതാരം ഒരു സമൂഹത്തിലോ ഒരു സംസ്ഥാനത്തിലോ ഒരു രാജ്യത്തിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല. ലോകമെങ്ങും ആഘോഷിക്കുന്ന, സന്തോഷിക്കുന്ന ഒരു സുദിനമാണ് എന്നുള്ള കാര്യം മറക്കരുത്. മാനവകുലത്തിൻ്റെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ജനനം എന്നതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവമെന്ന ഏപ്രിൽ മാസം വരുന്ന ദുഃഖവെള്ളി തുടങ്ങി ഈസ്റ്റർ, ഇതൊക്കെ ഏതെങ്കിലും ഒരു ദേശത്ത് ഒതുങ്ങുന്ന ഒരു സംഭവമല്ല, ലോകമെമ്പാടും അറിയുന്ന വസ്തുതയാണ് എന്നുള്ള കാര്യം മറക്കരുത്. മാനവകുലത്തിൻ്റെ രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തു ജഡാവതാരമെടുത്ത് ഇഹലോകത്തിലേക്ക് വന്നതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായം 4 മുതലുള്ള വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവിടുന്ന് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. സ്വർഗ ഉന്നതികളെ വിട്ട് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന ജഡാവതാരമെടുത്ത മാനവകുലത്തിൻ്റെ രക്ഷകനായ ക്രിസ്തുവിനെ എബ്രായ സഭയ്ക്ക് ലേഖനമെഴുതുമ്പോൾ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്, എന്തിന് ക്രിസ്തു ജഡാവതാരമെടുത്ത് ലോകത്തിലേക്ക് വന്നു? അവ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ അവിടുന്ന് ജഡാവതാരത്തിൽ ലോകത്തിലേക്ക് കടന്നു വരാനിടയായി. എനിക്ക് മുമ്പേ ദൈവദാസന്മാരിൽ ആരോ ഇവിടെ പറഞ്ഞതുപോലെ, ഏതെങ്കിലും മതത്തിൻ്റെ വക്താവല്ല യേശു ക്രിസ്തു, ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെ ദൈവമല്ല യേശു ക്രിസ്തു. സർവ്വലോകത്തിൻ്റെയും രക്ഷകനാണ് മാനവകുലത്തിൻ്റെ രക്ഷകനായ ക്രിസ്തു. ഹല്ലേലൂയ. അവിടുത്തെ പരിശുദ്ധി അതീവ ശ്രേഷ്ഠമാണ്. ലോകത്തിൽ വന്ന ദൈവങ്ങളായ അനേക വ്യക്തിത്വങ്ങളുണ്ട്. എന്നാൽ ക്രിസ്തു ലോകത്തിൽ വന്ന ദൈവമായ ഒരു വ്യക്തിത്വമല്ല. സാക്ഷാൽ ദൈവമായിരുന്നവൻ വേഷാൽ മനുഷ്യനായി ലോകത്തിലേക്ക് അവതരിച്ചു. എന്തിന്? മാനവകുലത്തിൻ്റെ രക്ഷ സാധ്യമാക്കാൻ. ലോകത്തിലെ അനേക അവതാര പുരുഷന്മാരെയും ശ്രേഷ്ഠന്മാരെയും മഹത്തുക്കളെയും എടുത്തു നോക്കിയാൽ പരിശുദ്ധിയുടെ ജീവിതാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ തൊട്ടുതെച്ചിട്ടില്ല. വിശ്വസ്തത അവരുടെ ജീവിതത്തിൽ കാണാൻ കഴിയുകയില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ പ്രത്യേകത എന്ത്? വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയ എബ്രായ ലേഖനം 7-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്, നിർമ്മലൻ, നിർദോഷൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായവൻ. അപ്പൊ നോക്കിയേ, പവിത്രതയിൽ ശ്രേഷ്ഠൻ, നിർമ്മലൻ, നിർദോഷൻ, പാപികളോട് വേർപെട്ടവൻ, പാപം ജീവിതത്തിൽ തൊട്ടുതേച്ചിട്ടില്ലാത്ത മാനവകുലത്തിൻ്റെ രക്ഷകനാണ് നമ്മുടെ യേശു. ഹല്ലേലൂയ. അവിടുത്തെ ദൈവത്വത്തിന് ശ്രേഷ്ഠതയെ അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ 1 തീമോഥെയോസ് ലേഖനം 6-ാമത്തെ അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ്, ക്രിസ്തുവാര് ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും, അവിടുന്ന് മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ആരും കണ്ടിട്ടില്ലാത്തവനും ആർക്കും കാണാൻ കഴിയാത്തവനുമാരോ
അവിടുന്നാണ് സാക്ഷാൽ ക്രിസ്തു. ഹല്ലേലൂയ. അപ്പോൾ ജീവിതത്തിൻ്റെ പവിത്രത, ദൈവത്വത്തിൻ്റെ ശ്രേഷ്ഠത, അവിടുത്തെ ശുശ്രൂഷയിൽ വെളിവായ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, മഹിമകളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് 4 സുവിശേഷങ്ങളും 21 ലേഖനങ്ങളും, അതിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ മാത്രം എഴുതിയ 14 ലേഖനങ്ങളും ഉടനീളം മാനവകുലത്തിന്റെ രക്ഷകനായ ക്രിസ്തുയേശു ആമേൻ മറ്റു ദൈവങ്ങളിൽ ഒരാളല്ല, പിന്നെയോ സാക്ഷാൽ അവിടുന്ന് മാത്രം വഴി, അവിടുന്ന് മാത്രം സത്യം, അവിടുന്ന് മാത്രം ജീവൻ, അവിടുന്ന് മാത്രം പുനരുത്ഥാനമെന്ന മകനീയമായ സന്ദേശം വേദപുസ്തകത്തിലെ പുതിയ നിയമ ഗ്രന്ഥങ്ങൾ നമുക്ക് കൈമാറുകയാണ്. എന്നാൽ ലോകത്തിലേക്ക് വരുവാനിരിക്കുന്ന ഈ മഹത്വ പ്രഭാവനായ ക്രിസ്തുവിനെ അവൻ പുതിയ നിയമത്തിൽ മാത്രമല്ല വിവരിച്ചിട്ടുള്ളത്. അവൻ കാലത്തിന്റെ തികവിങ്കൽ ഇഹലോകത്തിലേക്ക് അവതരിക്കാനിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരും സങ്കീർത്തന പുസ്തകങ്ങളും മാനവകുലത്തിന്റെ രക്ഷകനായ ക്രിസ്തുവിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ജനനസ്ഥലം ബത്ലഹേമിൽ ആയിരിക്കും. ജനന വസ്തുത ഒരു ദരിദ്ര ഭവനത്തിലായിരിക്കും. വളരുന്നത് ആമേൻ ഒരു ദരിദ്ര കുടുംബത്തിൽ ആയിരിക്കും. ആമേൻ അവിടുത്തെ ശുശ്രൂഷയുടെ ശ്രേഷ്ഠത ലോകത്തിൽ അനേകർക്ക് സാന്ത്വനവും സന്തോഷവും ആയിരിക്കും. അവിടുന്ന് പരസ്യ ശുശ്രൂഷയും ശ്രേഷ്ഠതയും ജനത്തിന് ആനന്ദകരമായിരിക്കും. അവിടുന്ന് 30 വെള്ളിക്കാശിന് വിൽക്കപ്പെടും. ആമേൻ അങ്ങനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപ രൂപിയായി മാറി മാനവകുലത്തിന്റെ പാപത്തെ വഹിച്ചുകൊണ്ട് അവിടുന്ന് നമുക്ക് വേണ്ടി തകർക്കപ്പെടും. ആമേൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ആമേൻ പിതാവിന്റെ മഹിമയിലേക്ക് എടുക്കപ്പെടും എന്ന ജനന വസ്തുത തുടങ്ങി പരമയാഗവും അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പും സവിസ്താരം വേദപുസ്തകത്തിലെ പഴയ നിയമ ഗ്രന്ഥങ്ങൾ, പ്രവചന ഗ്രന്ഥങ്ങൾ സവിസ്താരം വ്യക്തമാക്കുന്നത് തിരുവെഴുത്തിന്റെ പ്രത്യേകതയാണ്. ഇത്തരത്തിൽ ജനന വസ്തുത, ജീവിത വസ്തുത, പരമയാഗം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, മടങ്ങിവരവ് ഇതൊക്കെ പ്രഖ്യാപിക്കപ്പെട്ട ലോകത്തിൽ ഒരു വീണ്ടെടുപ്പുകാരനുമില്ല. ഇത്തരത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഒരേ ഒരു രക്ഷകൻ, ഒരേ ഒരു വീണ്ടെടുപ്പുകാരൻ, ഒരേ ഒരു ദൈവം, ആമേൻ മാനവകുലത്തിന്റെ രക്ഷകൻ, അത് യേശു ക്രിസ്തു മാത്രമാണ്. ഈ ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിക്കുവാൻ കാരണം ആമേൻ ക്വാളിറ്റിയുള്ള ദൈവമായതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ അശുദ്ധി അല്പം പോലും തൊട്ട് തേച്ചിട്ടില്ലാത്ത ആ നാഥൻ ഒരിക്കൽ ലോകത്തോട് വിളിച്ചു ചോദിച്ചു, എന്നിൽ പാപത്തെക്കുറിച്ച് ആർക്ക് ബോധം വരുത്താം? ലോകത്തിൽ ആരും പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ മുന്നോട്ട് വന്നില്ല. ആമേൻ 5 കോടതികളിൽ 6 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ടും ക്രിസ്തുവിലൊരു പാപം അവർക്ക് ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. ക്രിസ്തുവിനെ വിസ്തരിച്ച 1-ാമത്തെ കോടതി ഹന്നാവ്, 2-ാമത്തേത് കയ്യഫാവ്, 3-ാമത്തേത് സന്നദ്ധി സംഘം, 4-ാമത്തേത് പീലാത്തോസ്, 5-ാമത്തേത് ഹേരോദാവ്, വീണ്ടും 6-ാമത്തേത് പീലാത്തോസ്. 6 കോടതികളിൽ 5 കോടതികളിൽ 6 പ്രാവശ്യം വിസ്തരിച്ചിട്ടും ക്രിസ്തുവിൽ ഒരു പാപം കണ്ടെത്തുവാൻ ലോകത്തിന് കഴിഞ്ഞില്ല. ആമേൻ. അതുകൊണ്ട് തിരുവെടുത്ത് പറയുന്നു, അവനിൽ പാപമില്ല, അവൻ പാപം ചെയ്തിട്ടില്ല, പാപം അറിഞ്ഞിട്ടില്ല. പാപമില്ലാത്ത നാഥൻ, പാപം ചെയ്യാത്ത നാഥൻ, പാപമറിയാത്ത നാഥൻ, ആ നാഥനെ രക്ഷകനെ എന്ന് വിളിപ്പാൻ ഭാഗ്യം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ലോകത്തിലെ പലരുടെയും ദൈവങ്ങളായി മാറിയ പലരുടെയും ജീവിത സാഹചര്യങ്ങളും ചരിത്രവും പഠിച്ചു എന്നാൽ പാപമല്ലാതെ വേറൊരു നന്മ ജീവിതത്തിൽ കാണാൻ കഴിയാതിരിക്കുമ്പോൾ, പാപം ജീവിതത്തിലില്ല, പാപം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, പാപം ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. വിസ്താര സദസ്സുകളിൽ പോലും പാപമെന്ന് 2 അക്ഷരം ക്രിസ്തേശുവിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ നാഥനെ ഉയർത്തുകയാണ്. ഹല്ലേലൂയ. വിഷയ പശ്ചാത്തലത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇങ്ങനെ വിവരിച്ചു പോയാൽ ഒത്തിരി കാര്യങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് പറയും. ഈ വാക്യങ്ങൾ, വായിച്ച വാക്യങ്ങൾ കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ഹൃദയാന്തർഭാഗത്ത് വളരെയേറെ എന്നെ പ്രചോദനം നൽകിയ, എന്നെ നിർബന്ധിച്ച വസ്തുതയാണ്. കാരണം ഈ കാലത്ത് പലരും പറയാൻ വിട്ടുപോകുന്നതും പ്രസ്താവിപ്പാൻ മറന്നുപോകുന്നതുമായ മാനവകുലത്തിൻ്റെ രക്ഷ സാധ്യമാക്കിയ
കാൽവറി കുലക്കളത്തിലെ പരമയാഗത്തെ പ്രസ്താവിപ്പാൻ ഇന്ന് രാത്രി തയ്യാറായത് പലരും പല വേരുകളിലും മറന്നുപോകുന്ന വസ്തുതയായതുകൊണ്ട് തന്നെയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയിലും ആമേൻ എനിക്ക് മുമ്പ് നടന്ന പല ആമേൻ സ്തോത്രം പല ഗാനങ്ങളുടെയും മുമ്പിൽ നിങ്ങൾക്ക് പ്രചോദനം നൽകിയ വാക്കുകളിലെല്ലാം മാനവകുലത്തിന്റെ രക്ഷകനായ ക്രിസ്തയേശുവിനെ ഉയർത്തിക്കൊണ്ട് പ്രിയ പാസ്റ്റേഴ്സ്, പ്രിയ സഹോദരങ്ങൾ പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും എൻ്റെ ഹൃദയത്തെ ഒന്നുകൂടെ തട്ടി ഉണർത്തുവാനിടയായി. ശ്രദ്ധിക്കൂ, മാനവകുലത്തിന്റെ രക്ഷ സാധ്യമാക്കുവാൻ 6 കോടതികളിൽ 5 കോടതികളിൽ 6 പ്രാവശ്യം വിസ്തരിക്കപ്പെട്ടിട്ട് അവർ പീലാത്തോസ് പറഞ്ഞതിന് പ്രകാരം യേശു കർത്താവിനെ ഗബദ എന്ന കൽത്തളത്തിൽ കൊണ്ടുപോയി വില്ലുപോലെ വളച്ചു നിർത്തി ക്രിസ്തുവിന്റെ ശരീരത്തെ മുഴുവൻ അവർ അടിച്ചു ചിന്തി. 2 പടയാളികൾ ഇരുവശത്തായി നിന്നുകൊണ്ട് ഒട്ടകത്തുകൽ കൊണ്ട് നിർമ്മിതവും അസ്ഥിക്കഷ്ണങ്ങളും ചൂണ്ടലുകളും കോർത്തിണക്കിയതുമായ ചാട്ട ഇരുവശത്ത് നിന്നുകൊണ്ട് അവർ ക്രിസ്തുവിന്റെ ശരീരത്തിൽ അടിച്ചു. അതിനു മുമ്പ് അവർ ചെയ്തത് മുൾക്കിരീടം മിടഞ്ഞ് ശിരസിൽ വെച്ചു, കോലുകൊണ്ടതിനെ അടിച്ചു, ക്രിസ്തുവിനെ കണ്ണുകെട്ടി അവർ തല്ലി. എവിടെയോ കീറിപ്പറഞ്ഞു കിടന്ന ഒരു രക്താംബരം പോലുള്ള ഒരു വസ്ത്രം കൊണ്ടുവന്ന് ധരിപ്പിച്ച് അങ്ങേയറ്റം ക്രിസ്തുവിനെ അവർ ആക്ഷേപിച്ചു. ആമേൻ. പൊൻകിരീടത്തിന് പകരം, രാജകീയ കിരീടത്തിന് പകരം ശിരസിൽ മുൾക്കിരീടം ചാർത്തി. രക്താംബര വസ്ത്രം ധരിക്കുന്ന പതിവ് രാജാക്കന്മാർക്കുണ്ട്. എവിടെയോ കിടന്നൊരു പഴകിയ വസ്ത്രം പുറത്തു കൊണ്ടുവന്നിട്ടിട്ട് കയ്യിൽ ഒരു കോല് കൊടുത്തു. രാജാക്കന്മാർ പൊൻചെങ്കോൽ കരത്തിൽ ധരിക്കാറുണ്ട്. അതിനു പകരം ഒരു കോല് കൊടുത്ത് ശിരസിൽ കിരീടം, പഴകിയ ഒരു വസ്ത്രം, കയ്യിലൊരു കോല് ഇത് കൊടുത്തിട്ട് യഹൂദന്മാരുടെ രാജാവേ എന്ന് വിളിച്ചവർ അട്ടഹസിച്ച് പരിഹസിച്ചിട്ട് ക്രിസ്തുവിന്റെ മുഖത്ത് അവർ അടിച്ചു. ആ കന്നത്തടിച്ചിട്ട് കാർക്കിച്ചു തുപ്പി. റോമൻ നാണയത്തുട്ടുകൾ കൊണ്ട് ആ മുഖത്തെ രോമങ്ങൾ പിച്ചിപ്പറിച്ചു. മൗനതയല്ലാതെ അറുക്കുവാൻ കൊണ്ടുപോകുന്ന ഒരു കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു കുഞ്ഞാടിനെ പോലെ, ഒരു ആടിനെ പോലെ ഒന്നും മിണ്ടാതെ മൗനമായി നിന്ന് ഇതെല്ലാം സഹിച്ച നാഥൻ. പ്രവാചകനായ യെശയ്യാവ് 52-53 അധ്യായങ്ങളിൽ വ്യക്തമാക്കുന്നത് പോലെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപരൂപിയായി മാറി. രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ട് വ്യസനപാത്രമായി മാറിയ യേശു ക്രിസ്തുവിനെ ഗബദ എന്ന കൽത്തളത്തിൽ നിന്ന് പീലാത്തോസിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി. ക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി. ആ മനുഷ്യനിതാ വിരൂപരൂപിയായി നിൽക്കുന്ന ക്രിസ്തുവിനെ സമൂഹം വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്: അവനെ ക്രൂശിക്കുക. അപ്പോൾ പീലാത്തോസ് വെച്ച ചോദ്യം ഇതാണ്: സാധാരണ ഉത്സവങ്ങളിൽ ഒരു തടവുകാരനെ വിട്ടുതരിക പതിവുണ്ടല്ലോ. നിങ്ങൾക്കാരെ വിട്ടുതരണം? നിങ്ങളുടെ രാജാവായ ക്രിസ്തുവിനെ വിട്ടുതരട്ടോ? അതിനവർ പറഞ്ഞത് ഇങ്ങനെയാണ്: അവൻ ഞങ്ങളുടെ രാജാവല്ല, ഞങ്ങൾക്ക് അവനെ വേണ്ട. പിന്നെന്ത് ചെയ്യണം? അവനെ ക്രൂശിക്കുക, ബറബാസിനെ വിട്ടുതരിക. രാജ്യദ്രോഹ കുറ്റം ചെയ്ത് ഏറിയ കാലങ്ങളായി തടവറയിൽ കിടക്കുന്ന ഒരു ദുഷ്പ്രവർത്തിക്കാരനെ ചോദിച്ചു വാങ്ങിയിട്ട് പാവനനായ, പവിത്രനായ, നിർമ്മലനായ, ദൈവത്തിന്റെ പ്രതിമയായ, തത്വത്തിന്റെ മുദ്രയായ, സകലത്തിന്റെയും ആരംഭകനായ, സകലത്തിന്റെയും അവസാനം അറിയുന്നവനായ മാനവകുലത്തിന്റെ രക്ഷകനെ അവർ തള്ളിക്കളഞ്ഞിട്ട് ബറബാസിനെ അവർ ചോദിച്ചു വാങ്ങി. പീലാത്തോസ് അങ്ങനെയെങ്കിൽ ഈ ക്രിസ്തുവിനെ എന്ത് ചെയ്യണം? അവർ ഒരുമിച്ച് അട്ടഹസിച്ച് വിളിച്ചു പറഞ്ഞു, അവൻ ക്രൂശിക്ക. പീലാത്തോസിന്റെ മറുപടി: നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമോ? അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: യേശു ഞങ്ങളുടെ രാജാവല്ല, കൈസറാണ് ഞങ്ങളുടെ രാജാവ്. റോമൻ ചക്രവർത്തിയുടെ പേര് ചൊല്ലി അദ്ദേഹമാണ് ഞങ്ങളുടെ രാജാവെന്ന് വിളിച്ചു പറഞ്ഞ യഹൂദൻ ക്രിസ്തുവിനെ ക്രൂശിക്കാനായി ഏൽപ്പിച്ചു. ഭാരമേറിയ മരക്കുരിശ് ചുമത്തി. സാധാരണ ഒരു റോമൻ പൗരത്വമുള്ള ഒരു വ്യക്തിയെ ഒരിക്കലും ക്രൂശിക്കാറില്ല. സാധാരണ അടിമകൾക്കാണ് ക്രൂശ് നൽകുന്നത്. മാനവകുലത്തിന്റെ രക്ഷകനായ ക്രിസ്തുവിന് അടിമയ്ക്ക് തുല്യമായി ഒരടിമയുടെ വില 30 വെള്ളിക്കാശ്. അടിമയ്ക്ക് കൊടുക്കുന്ന ശിക്ഷാ നടപടി ക്രൂശാണ്. ആ കാലഘട്ടത്തിൽ അടിമക്കച്ചവടം നിലനിന്നിരുന്ന കാലം. അടിമകൾ ഒരുമിച്ച് ചേർന്ന് പലപ്പോഴും റോമൻ ഗവൺമെന്റിന് വിരോധമായി അവർ യുദ്ധം ചെയ്തിട്ടുണ്ട്, ശബ്ദമുയർത്തിയിട്ടുണ്ട്. റോമൻ ഗവൺമെന്റ് അവരെ ചെയ്തിട്ടുള്ളത് പരസ്യമായി ശിക്ഷാ നടപടി നടത്തി ഏറ്റവും ഉയരമുള്ള കുന്നിൽ അവരെ തൂക്കുക പതിവാണ്. ആ ക്രൂശിൽ ആ അടിമയുടെ ശരീരം തൂങ്ങിക്കിടക്കും. ഈ ശരീരത്തെ മറവ് ചെയ്യാറില്ല, അടക്കം ചെയ്യാറില്ല. ഈ ശരീരത്തിൽ നിന്ന് പ്രാണൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ
കഴുകൻ സമൂഹങ്ങൾ പറന്നിറങ്ങി ഈ ശരീരത്തെ കുത്തിപ്പറിച്ച് തിന്നും. എന്തിനെന്നറിയാമോ? റോമൻ ഗവൺമെന്റിന്റെ അധീനതയിൽ കിടക്കുന്ന സകല അടിമകളും ഇത് കാണണം. ഇനി ഒരു അടിമയും ഗവൺമെന്റിന് വിരോധമായി ശബ്ദമുയർത്താതിരിപ്പാൻ അവർ നൽകിയ ശിക്ഷാ നടപടിയായിരുന്നു ആമേൻ ക്രൂസ് എന്നത്. മാനവകുലത്തിന്റെ രക്ഷകനായ ക്രിസ്തുവിനും യഹൂദന്മാർ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞത്, അടിമയ്ക്ക് നിങ്ങൾ കൊടുക്കുന്ന അതേ ക്രൂസ് ഈ ക്രിസ്തുവിനും കൊടുക്കുക എന്നവർ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഗബദ എന്ന കൽത്തലത്തിൽ കഷ്ടതയ്ക്ക് ശേഷം പീലാത്തോസിന്റെ വിസ്താര സദസ് മുതൽ ഭാരമേറിയ മരക്കുരിശ് ചുമന്ന് വേച്ചും വ്രച്ചും മാനവകുലത്തിന്റെ രക്ഷകൻ മരുഭൂമിയിലൂടെ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ച് തലയോടിടമെന്നർത്ഥമുള്ള ഗോൽഗോഥ മലമുകളിലെത്തി. അവിടെ വെട്ടപ്പെട്ട 3 കുരിശുകൾ നാട്ടുവാനുള്ള സ്ഥലം. 2 വ്യക്തികളെ അപ്പുറത്തും ഇപ്പുറത്തും, ലോകത്തിന്റെ രക്ഷകനെ മധ്യത്തിലുമായി അവർ ക്രൂശിച്ചു. 2 വശങ്ങളിലായി ക്രൂശിക്കപ്പെട്ടവർ 2 പേരും ലോകമറിയുന്ന ദുഷ്പ്രവർത്തിക്കാർ, രാജ്യദ്രോഹ കുറ്റം ചെയ്തവർ. എന്തിന് ഈ 2 പേരെ 2 വശത്തായി ക്രൂശിച്ചു? ഈ മധ്യത്തിൽ കിടക്കുന്നവനും ഈ 2 പേരുടെയും ഇടയിൽ ക്രൂശിൽ കിടക്കുന്ന ഈ വ്യക്തിയും ഇവരെ പോലൊരു ദുഷ്പ്രവർത്തിക്കാരനാണെന്ന് വാക്കും ഭാഷണവും കൂടാതെ നോക്കുന്നവർക്ക് മനസ്സിലാകത്തക്ക നിലയിലാണ് യേശു കർത്താവിനെ ക്രൂശിക്കാനിടയായത്. തിരുവെഴുത്ത് വായിച്ചു വരുമ്പോൾ കാണുന്നത്, പിറ്റേ ദിവസം ശബത്താകയാൽ അന്ന് ക്രൂശിൽ ശവശരീരങ്ങൾ ഇരിക്കാൻ പാടില്ല. അങ്ങനെ പടയാളികൾ അവിടേക്ക് വന്നു. ആമേൻ. ഈ 2 വ്യക്തിത്വങ്ങളുടെയും കാലുകൾ ഒടിച്ചു. ആ ക്രൂശിൽ കിടന്ന് മരിക്കുന്നതിന് വേണ്ടി മധ്യത്തിൽ കിടക്കുന്ന ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ ആ ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്ന് പ്രാണൻ പോയിരിക്കുന്നു എന്ന് കണ്ടിട്ട് ഉറപ്പുവരുത്തുവാൻ പടയാളികളിൽ ഒരുത്തൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുന്തമെടുത്ത് വിലാപ്പുറം കുത്തിത്തുളച്ചു. എന്തിന്? പ്രവചന നിവർത്തിക്കായി. അതിന് തൊട്ടു മുമ്പ് നടന്ന സംഭവമാണ് നമ്മൾ വായിച്ച പ്രഥമ വാക്യം. അവിടെ വായിച്ചത് ഇങ്ങനെയാണ്. ആമേൻ. മത്തായി സുവിശേഷം 27-ാമത്തെ അധ്യായം 45 മുതലുള്ള വാക്യം. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9 മണി നേരത്ത് യേശു ഏലി ഏലി ലെമ്മാ ശബത്കാനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. 50 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാലും യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽതൊട്ട് അടിയോളം 2ആയി ചീന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവന്റെ പുനരുത്ഥാനത്തിന്റെ ശേഷം കല്ലറകളെ വിട്ടു വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തുനിന്നവരും ഭൂകമ്പം മുതലായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞു. മാനവകുലത്തിന് രക്ഷകനായ ക്രിസ്തു തലയോടിടമെന്ന ഗോൽഗോഥ മലമുകളിൽ ആമേൻ ആ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന 3 മണിക്കൂറാണ് നമ്മുടെ ചിന്താവിഷയം. സമയം അവിടെ വ്യക്തമാണ്. ആമേൻ. 6 മണി മുതൽ 9 മണി വരെ ഇന്ത്യൻ സമയം അനുസരിച്ച് ഏകദേശം നട്ടുച്ച നേരം 12 മണി മുതൽ 3 മണി വരെയുള്ള സമയം. ഈ സമയത്തിന്റെ പ്രത്യേകത പട്ടാപ്പകൽ കൂരിരുട്ടായി മാറി. മാനവകുലത്തിന്റെ രക്ഷകനായ ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചിരിക്കുന്ന സമയം പട്ടാപ്പകൽ കൂരിരുട്ടായി മാറി. ഭൂകമ്പം ഉണ്ടായി. അടുത്തവിടെ വായിക്കുന്നത് ചില സംഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. 1, ദേവാലയത്തിലെ തിരശീല മേൽതൊട്ട് അടിയോളം 2ആയി ചിന്തിപ്പോയി. എന്താണ് ദേവാലയത്തിലെ തിരശീല? തിരുവെഴുത്തിലെ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം, സംഖ്യാപുസ്തകം, ലേവിയ പുസ്തകം, ഈ പുസ്തകങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സമാഗമന കൂടാരം മുതൽ അതിനുശേഷം വന്ന ശലോമോൻ പടികഴിപ്പിച്ച ദേവാലയത്തിലും 3 ഭാഗങ്ങളായി ആലയത്തെ വേർതിരിച്ചിരുന്നു. സമാഗമന കൂടാരത്തിൽ 3 ഭാഗങ്ങൾ. 1 പ്രാകാരം, 2ാമത്തത് വിശുദ്ധ സ്ഥലം, 3ാമത്തത് അതിപരിശുദ്ധ സ്ഥലം. പ്രാകാരത്തിലിരിക്കുന്ന ഉപകരണങ്ങൾ, യാഗപീഠം, ഒരു പിച്ചളത്തൊട്ടി, അത് കഴിഞ്ഞാൽ ഒരു തിരശീല, അതിൻ്റെ പുറത്ത് വിശുദ്ധ സ്ഥലം. അവിടെ വച്ചിരിക്കുന്നത്
കാഴ്ചയപ്പത്തിന്റെ മേശ, പിന്നെ ഒരു കവരവിളക്ക്, പിന്നെ ഒരു ധൂപകലശം. അടുത്ത ഭാഗം തിരശീലയാൽ മറയ്ക്കപ്പെട്ടത്. അപ്പുറത്തിരിക്കുന്നത് യഹോവയുടെ പെട്ടകം. ആ പെട്ടകത്തിന്റെ മുകളിൽ 2 കെരൂബുകൾ പൊന്നുകൊണ്ട് അടിപ്പുപണിയായി ചെയ്ത് 2 ചിറകുകൾ തമ്മിൽ ചേർത്ത് പിടിച്ച് തലയൽപ്പം ചരിച്ച് മുകളിലേക്ക് നോക്കി നിൽക്കുന്ന 2 കെരൂബുകൾ. പിന്നെ ആമേൻ ധൂപ പീഠം. ഇത്രയുമാണ് അതിപരിശുദ്ധ സ്ഥലം. പ്രാകാരത്തിന്റെ പ്രത്യേകത, ഏതു മനുഷ്യൻ പാപം ചെയ്താലും ഊനമില്ലാത്ത ഒരു മൃഗവുമായി കടന്നു വന്ന് അവന്റെ പാപം പുരോഹിതനോട് ഏറ്റുപറഞ്ഞ് അവന് വേണ്ടി ആമേൻ ഈ മൃഗത്തെ അവന്റെ കരങ്ങൾ ഈ മൃഗത്തിന്റെ ശിരസിൽ വച്ചിട്ട് അവൻ കാൺകെ മൃഗത്തെ കൊന്ന് അതിന്റെ തുകൽ പൊളിച്ചെടുത്ത് അതിന്റെ രക്തം ഒരു പാത്രത്തിൽ വഹിച്ചിട്ട് ഈ മൃഗത്തെ യാഗപീഠത്തിൽ അർപ്പിച്ചിട്ട് ഈ രക്തം തിരശീലയുടെ അടുക്കൽ തളിച്ചിട്ടവനോട് പറയും, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, യഹോവ നിന്റെ പാപത്തെ മറച്ചിരിക്കുന്നു. ഈ പ്രാകാരത്തിലും പരിശുദ്ധ സ്ഥലത്തും പ്രവേശിപ്പാൻ പുരോഹിതന്മാർക്ക് അവകാശമുണ്ട്. ആമേൻ, സ്തോത്രം. പുരോഹിത ഗണത്തിൽപ്പെട്ട 3 ഗ്രൂപ്പുകളായി വേർതിരിച്ച് അവർക്ക് ഇതിന്റെ അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുവാൻ ലേവി കുടുംബത്തിൽ അഹരോന്റെ തലമുറകൾക്കല്ലാതെ വേറെ ആർക്കും അവകാശം അവിടെയില്ല. ആണ്ടിലൊരിക്കൽ മഹാപാപപരിഹാര പെരുന്നാളിൽ ആദ്യം ആ പുരോഹിതൻ തനിക്കായിട്ടും തന്റെ കുടുംബത്തിനായിട്ടും ഒരു മൃഗത്തെ തിരഞ്ഞെടുക്കുന്നു. രണ്ടാമത് ജനത്തിന് വേണ്ടി ഒരു മൃഗത്തെ തിരഞ്ഞെടുക്കുന്നു. ആദ്യം തനിക്കും തന്റെ കുടുംബത്തിനും പാപപരിഹാരം വരുത്തിയ ആ മൃഗത്തിന്റെ രക്തം ഒരു പാത്രത്തിലും, രണ്ടാമത് സർവ്വജനത്തിനു വേണ്ടി തകർക്കപ്പെട്ട മൃഗത്തിന്റെ രക്തം മറ്റൊരു പാത്രത്തിലുമായി എടുക്കുന്നു. ഇദ്ദേഹത്തിന്റെ ശാരീരിക ഘടന, അദ്ദേഹം ധരിച്ചിരിക്കുന്ന വസ്ത്രം വിശേഷമാണ്. ആമേൻ, പിരിച്ച പഞ്ഞുനൂല്, ചുവപ്പുനൂല്, ധൂമ്രനൂല് ഇവ ചേർത്ത് നെയ്തെടുത്ത ഒറ്റനൂല് കൊണ്ട് നിർമ്മിച്ചതുപോലെയുള്ള നിലംബരയെത്തുന്ന ഒരു കുപ്പായം, അതിൻ്റെ മേൽ ധരിച്ചിരിക്കുന്നതായ ആമേൻ മറ്റ് വിശേഷപ്പെട്ട മറ്റൊരു കുപ്പായം, നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ ഇസ്രായേൽ ഗോത്രം 12-നെയും പേരുകൾ ആലേഖനം ചെയ്ത ആമേൻ തങ്ക മുത്തുകൾ കൊണ്ട് നിർമ്മിതമായ പ്രത്യേകമായ ഒരു മാർപ്പതക്കം, നടുക്കൊരു കെട്ട്, അത് നീളം പ്രാകാരം വരെ കിടക്കും. ആണ്ടിലൊരിക്കൽ ഈ മഹാപാപപരിഹാര പെരുന്നാൾ ദിവസം 2 കൂട്ടർക്കും വേണ്ടി, ആമേൻ, പുരോഹിതന് വേണ്ടിയും പിന്നെ ജനത്തിനു വേണ്ടിയും പാപയാഗാർപ്പണം നടത്തിയ രക്തം കരത്തിലേന്തി പ്രാകാരം കടന്ന് വിശുദ്ധ സ്ഥലം കടന്ന് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ഭയഭക്തിയോടെയാണ് തൻ്റെ പ്രവേശനം. 2 കരങ്ങളിലും വഹിച്ചിരിക്കുന്ന രക്തവുമായി ഈ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നത് ഒരു തിരശീല കടന്നിട്ടാണ്. പ്രാകാരം കടന്ന് ആമേൻ വിശുദ്ധ സ്ഥലം കടന്ന് പ്രാമേൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ തൻ്റെ അങ്കിയോട് ചേർത്ത് താഴെ നെയ്ത് പിടിപ്പിച്ചിട്ടുള്ള ഒരു മാതളപ്പഴം, ഒരു മണി എന്ന തോതിൽ നെയ്ത് പിടിപ്പിച്ചിരിക്കുന്ന ആമേൻ ഈ മണികളുടെ ഒച്ച അദ്ദേഹം നടക്കും തോറും ശബ്ദം കുറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നിട്ട് അതിപരിശുദ്ധ സ്ഥലത്ത് നിന്ന് ഈ തിരശീല കടന്ന് ഇദ്ദേഹം തിരിച്ചു വരുമ്പോൾ മണിനാദം അടുത്തടുത്ത് കേൾക്കും. പ്രാകാരത്തിൽ വന്നു നിന്നിട്ട് 2 കരങ്ങളും ഉയർത്തി ജനത്തെ ആശീർവദിക്കും. ആമേ, സർവശക്തനായ ദൈവമായ യഹോവയുടെ മുഖം സിയോനിൽ നിന്ന് നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. ആമേ, തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് ആമേൻ അവിടുത്തെ സമാധാനം നിങ്ങളുടെ മേൽ പകരുമാറാകട്ടെ എന്ന അവസാനത്തെ ആശീർവാദ വാക്കുവരെ ഒരു ഇസ്രായേലിയനും പ്രാകാരം വിട്ട് പോകാതെ അവിടെ തന്നെ നിന്ന് ആശീർവാദ വചസ്സുകൾ കേട്ട ശേഷം മടങ്ങിപ്പോകും. ശ്രദ്ധിച്ചേ, ആമേൻ, ലേവി കുടുംബത്തിലെ ഒരേ ഒരു പുരോഹിതനല്ലാതെ അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിപ്പാൻ വേറെ ആർക്കും അനുവാദമില്ല. അഹരോന്റെ തലമുറകളിൽ ഉള്ളവർ മാത്രമായിരിക്കണം അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിപ്പാൻ. എന്നാൽ ആമേൻ, മാനവകുലത്തിന്റെ രക്ഷകനായ ക്രിസ്തു ഗോൽഗോത്ത മലമുകളിൽ തകർക്കപ്പെടുമ്പോൾ അന്ന് സംഭവിച്ച കാര്യം ഇതാണ്. അതിപരിശുദ്ധ സ്ഥലമെന്നും വിശുദ്ധ സ്ഥലമെന്നും തമ്മിൽ വേർതിരിച്ച് അതിൻ്റെ ഇടയിൽ കനത്തിന് നെയ്ര് പിടിപ്പിച്ച് തൂക്കിയിട്ടിരുന്ന തിരശീല മേൽ തൊട്ടടിയോളം 2ആയി ചീന്തി.
ഹല്ലേലൂയ. എന്തുകൊണ്ട് താഴെ നിന്ന് മേളിലോട്ട് കയറിയില്ല? ആമേൻ. ഒരുപക്ഷെ അതിനൊരു കഥ അവർ പറഞ്ഞുണ്ടാക്കും. എങ്ങനെയോ തയ്യലിന്റെ മിസ്റ്റേക്ക് കൊണ്ട് കീറിപ്പോയതെന്ന്. എന്നാൽ മേൽതൊട്ടടിയോളം രണ്ടായി ചിന്തിയപ്പോൾ മാനകുലത്തിന്റെ രക്ഷകനായ ക്രിസ്തു ഗോൽഗോഥാ മലമുകളിൽ തകർക്കപ്പെട്ട ഇരുട്ടു നിറഞ്ഞ ഭൂകമ്പം, ആമേൻ, ശക്തമായ ഇരുട്ട്, ഒരു മനുഷ്യനും തമ്മിൽ കാണാൻ കഴിയാത്ത തലത്തിൽ ഇരുട്ട് ബാധിച്ച ആ രാത്രിയിൽ ഒന്നാമത് നടന്നത് ദേവാലയത്തിലെ തിരശീല മേൽതൊട്ടടിയോടെ രണ്ടായി ചീന്തി. അവൻ എബ്രായ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ്ലീഗ ആലേഖനം ചെയ്ത ഒരു വാക്യശകലം ഒന്ന് വായിച്ചുള്ളൂ. എബ്രായ ലേഖനം 4-ാമത്തെ അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. എബ്രായ ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യം. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ തന്നെ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനായുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് കയറി ചെല്ലാം. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണത്തിനായി ലോകരക്ഷകനായി ഇഹലോകത്തിലേക്ക് കടന്നു വന്ന യേശു ക്രിസ്തു ഗോൽഗോഥാ മലമുകളിൽ നമുക്ക് വേണ്ടി ചെയ്ത ഒന്നാമത്തെ കാര്യമെന്ത്? ഇനി ഒരു മഹാപുരോഹിതന്റെ ആവശ്യമില്ല. ആമേൻ. ലേവി കുടുംബത്തിൽ ഒരു അംഗത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് കയറി വരാൻ തിരശീല രണ്ടായി ചിന്തിക്കളഞ്ഞു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കേ, ആമേൻ, ദൈവത്തോട് അടുപ്പിക്കാൻ ഇടനിലക്കാരായി ലേവി കുടുംബത്തിൽ നിന്ന് വന്നിരുന്ന മഹാപുരോഹിതന്മാരുടെ ദൗത്യത്തെ മാറ്റം ചെയ്തിട്ട് അപ്പോസ്തലനായ പത്രോസ്ലീഗ 1 പത്രോസ്ലീഗന്റെ 2-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും, ആമേൻ, സ്തോത്രം, ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനത്തിന് പൗരോഹിത്യ ശുശ്രൂഷ എന്നവണ്ണം ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് കയറി ചെല്ലാൻ ഇടനിലക്കാരന്റെ ആവശ്യമില്ലാതെ ഏകമധ്യസ്ഥൻ യേശു ക്രിസ്തു മാത്രം, ആ ക്രിസ്തുവിലൂടെ പിതാവിന്റെ അടുക്കലേക്ക് ചെല്ലുവാനുള്ള സ്വാതന്ത്ര്യം ദാനം ചെയ്തുകൊണ്ട് ആമേ ദേവാലയത്തിലെ തിരശീല രണ്ടായി ചീന്തിക്കൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. കാൽവരി ക്രൂശിലെ പരമയാഗത്തിൽ നമുക്ക് ലഭിച്ച ഒന്നാമത്തെ സ്വാതന്ത്ര്യം തിരശീലയ്ക്ക് അപ്പുറത്ത് ചെല്ലാനുള്ള സ്വാതന്ത്ര്യം. രണ്ടാമത്തെ സ്വാതന്ത്ര്യം എന്താണ്? ആമേൻ, വായിച്ചുള്ളൂ. രണ്ടാമത്തെ കാര്യം ലൂക്കോസിന്റെ സുവിശേഷം, ആമേൻ, അതിന്റെ 23-ാമത്തെ അധ്യായം 41 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. ലൂക്കോസ് 23-ാമത്തെ അധ്യായം 41 മുതൽ 43 വരെയുള്ള വാക്യം. നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ നമുക്ക് കിട്ടിയത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ യേശുവേ, അവിടുന്ന് രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം കൂടെ. യേശു ആ ദുഷ്പ്രവർത്തിക്കാരനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, അവിടുത്തെ അടുക്കൽ ചെല്ലുന്ന ഏത് പാപിക്കും പാപമോചനം എന്ന അവൻ മഹത്വമേറിയ കാര്യം നമുക്ക് വേണ്ടി സാധിപ്പിച്ചു തരാനാണ് യേശു ക്രൂശിന്മേൽ കയറിയത്. ഒന്നാമത്തെ കാര്യം എന്ത്? തിരശീലയെ ഭേദിച്ചത് ധൈര്യത്തോടെ കൃപാസനത്തിൽ കയറി ചെല്ലാൻ. രണ്ടാമത് അവിടുന്ന് ചെയ്തു തന്നത് എന്ത്? ഏതു സമയത്തും ഏത് പാപം ചെയ്തവനും
അവിടുത്തെ സന്നിധിയിലേക്ക് ഓടിച്ചെന്ന് ആമേൻ പാപക്ഷമ പ്രാപിപ്പാൻ. ശ്രദ്ധിച്ചേ, യേശു കർത്താവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടത് 2 ദുഷ്പ്രവർത്തിക്കാരാ. ആമേൻ. റോമാലേഖനം 6-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. ആമേൻ. ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല സ്നാനം, പിന്നെ എന്തിനാ? ക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനം. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിന്റെ മരണത്തിന് പങ്കാളിയായി തീരുന്നതാണ് സ്നാനം. അപ്പോൾ എന്താണ് സ്നാനം? ക്രിസ്തുവിന്റെ മരണത്തിന് പങ്കാളിയായി തീരുക. അങ്ങനെയാണെങ്കിൽ ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ക്രൂസിൽ 2 ദുഷ്പ്രവർത്തിക്കാർ തൂങ്ങിയില്ലേ, ഇവർ 2 പേര് സ്നാനപ്പെട്ടതാണോ? സ്തോത്രം. ചോദ്യം കേട്ടാൽ തോന്നും ഇവരുടെ അടുത്ത ബന്ധുവാണെന്ന് തോന്നിപ്പോ. സ്തോത്രം. ചിലർ ചോദിക്കുന്നത് ക്രൂസിലേക്കുള്ള സ്നാനപ്പെട്ടോ എന്നാ. ദൈവവചനം പഠിക്ക്, ക്രൂസിലേക്കുള്ള സ്നാനപ്പെട്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാകും. അമ്മേ, റോമാലേഖനം 6-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് സ്നാനം? ക്രിസ്തുവിന്റെ മരണത്തിന് പങ്കാളിയായി തീരുന്ന, പങ്കാളിത്വം വഹിക്കുന്നതാണ് സ്നാനം. എങ്കിൽ ക്രൂസിൽ തൂങ്ങപ്പെട്ട 2 ദുഷ്പ്രവർത്തിക്കാരും യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ പങ്കാളികളായി മാറി, കഷ്ടാനുഭവത്തിൽ പങ്കാളികളായി മാറി. അവൻ ഒന്നുകൂടെ പറഞ്ഞാൽ പങ്കാളിത്വ നിമിത്തം 2 പേരുടെയും സ്നാനം കഴിഞ്ഞു. എന്താണ് സ്നാനം? യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് പങ്കാളിയായി തീരുന്നതാണ് സ്നാനമെങ്കിൽ 2 പേര് സ്നാനപ്പെട്ടു. ഇനി ഈ പാപം നിറഞ്ഞ ജീവിതത്തിന്റെ ഉടമസ്ഥനാണെന്ന് മനസ്സിലാക്കിയ ഒരുത്തൻ യേശുവിനോട് പറഞ്ഞത്, നാഥാ, അവിടുന്ന് രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഒന്ന് ഓർക്കണേ. സ്തോത്രം. ജീവിതത്തിൽ ഒരു പുരുഷായുസ് മുഴുവൻ ചെയ്തു കൂട്ടിയ പാപത്തെ മുഴുവൻ ഒറ്റ യാതനയിൽ തന്നെ ആ മനുഷ്യനോട് പൂർണ്ണമായി ക്ഷമിച്ചിട്ട് അവൻ ക്രിസ്തുവിനോട് ചേർത്ത് പിടിച്ചിട്ട്, മനസ്സുകൊണ്ട് ചേർത്ത് പിടിച്ചിട്ട് പറയുക, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. അപ്പോൾ ഒരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. 2 പേരും ഈ കഷ്ടാനുഭവത്തിന് പങ്കാളിത്വം നിമിത്തം സ്നാനപ്പെട്ടെങ്കിൽ ഒരാളല്ലേ പർദീസയിൽ പോയുള്ളൂ, മറ്റേയാൾ എന്തേ പോകാത്തെ? അതിന് കാരണം അറിയണമെങ്കിൽ 1 കൊരിന്ത്യർ ലേഖനം 10-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. അവരെല്ലാവരും മേഘത്തിന്റെ കീഴിലും വെള്ളത്തിലും കൂടെ കടന്ന് സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരിൽ അനേകർ മരുഭൂമിയിൽ പട്ടുപോയി. അതിന്റെ കാരണം അവർ വിഗ്രഹാരാധികളായി മാറി, അവർ പരസംഗം ചെയ്യുന്നവരായി മാറി, അവർ ദൈവസന്നിധിയിൽ പിറുപിറുക്കുന്നവരായി മാറി. അതുകൊണ്ട് അവർ മരുഭൂമിയിൽ പട്ടുപോയി. പ്രൈസ് ദി ലോർഡ്. സ്നാനപ്പെട്ടവരെങ്കിലും വിശുദ്ധിയുടെ പ്രമാണത്തെ മുൻനിർത്തി ജീവിക്കാത്തതിനാൽ അവർ മരുഭൂമിയിൽ പട്ടുപോയെങ്കിൽ ക്രൂസിൽ 2 പേരും സമശിക്ഷാവധിയിൽ ക്രിസ്തുവിനോടുകൂടെ തറയ്ക്കപ്പെട്ടു, കഷ്ടാനുഭവത്തിന് പങ്കാളിയായി തീർന്നു. എങ്കിലും ആ പാപത്തിന്റെ പങ്കുലത, പാപത്തിന്റെ ഭാരം മനസ്സിലാക്കിയ ഒരുവൻ ക്രിസ്തുവിനോട് പറഞ്ഞു, നാഥാ, അങ്ങ് രാജാവാകും, അങ്ങ് ലോകത്തിന്റെ രക്ഷകനാ, അങ്ങ് രാജാവായി വരുമ്പോൾ ഈ പാപം നിറഞ്ഞ എന്നെ കൂടെ ഒന്ന് ഓർക്കണേ. ഇന്ന് രാത്രി ഞാൻ പറയാം, ജീവിതാനുഭവത്തിൽ എത്ര വലിയ പാപമുണ്ടെങ്കിലും അത് രക്താംബരം പോലെ ചുവന്നിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുവാൻ, ആമേൻ, അത് കറപിടിച്ച് എത്രയേറെ അഴുക്ക് നിറഞ്ഞാലും അതിനെ പഞ്ഞി പോലെയാക്കാൻ കഴിവുള്ള നാഥനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. യെശയ്യാ പ്രവചനം 1-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം, നിന്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും രക്താംബരം പോലെ ചുവന്നിരുന്നാലും അതിനെ പഞ്ഞി പോലെ ഹിമം പോലെ ആക്കി തീർക്കുവാൻ കഴിവുള്ള ഒരു നാഥനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. എബ്രായ ലേഖനം 7-ാമത്തെ അധ്യായം ഇങ്ങനെ വായിക്കുന്നു, ആമേ ശുദ്ധീകരണത്തിനായി തളിക്കപ്പെട്ട നിയമത്തിന്റെ രക്തത്താൽ ആമേ തളിക്കപ്പെട്ട കൂടാരങ്ങളും പാത്രങ്ങളും സകല ഉപകരണങ്ങളും ശുദ്ധി വരുത്തുന്നു എങ്കിൽ മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി തകർക്കപ്പെട്ട യേശുവിന്റെ രക്തം വിശ്വാസത്താൽ സകല പാപങ്ങളെയും പോക്കി ശുദ്ധീകരിക്കാൻ കൊള്ളാകുന്നതാണെന്ന് ക്രൂസിലൂടെ നാഥൻ തെളിയിച്ചു. അതാണ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം. ശ്രദ്ധിച്ചേ, പാപിയായ മനുഷ്യന്റെ പാപത്തെ ക്ഷമിച്ചുകൊണ്ട് എന്റെ ദൈവം തന്നോട് കരുണ കാണിച്ചെങ്കിൽ, തിരുവെഴുത്തിൽ മറ്റൊരു സംഭവമുണ്ട്. പരീശന്മാർ, സദൂക്യർ
ന്യായശാസ്ത്രിമാരടങ്ങുന്ന സംഘത്തിൽപ്പെട്ട ചിലർ ചേർന്ന് ആമേൻ യേശു കർത്താവിന്റെ അടുക്കൽ ഒരു സ്ത്രീയെ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: നാഥ, ഇവളെ പാപത്തിൽ പിടിച്ചിരിക്കുക. മോശയുടെ പ്രമാണമനുസരിച്ച് കല്ലെറിഞ്ഞു കൊല്ലാനാണ് വ്യവസ്ഥ. യേശു കർത്താവിന്റെ അടുക്കൽ നിരനിരയായി നിൽക്കുമ്പോൾ യേശു കർത്താവ് അവരോട് പറഞ്ഞ വാക്കിങ്ങനെയാണ്: നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: മനസ്സിന്റെ ആക്ഷേപം ഹേതുവായി മൂത്തവർ തുടങ്ങി ഇളയവർ വരെ പിൻവാങ്ങിപ്പോയി. ഒടുവിൽ ആ സ്ത്രീയും യേശുവും മാത്രം ശേഷിച്ചു. അവൻ യേശു അവളോട് ചോദിച്ചത് ഇങ്ങനെയാണ്: നിന്നെ ആരും കല്ലെറിഞ്ഞില്ലേ? ഞാനും നിന്നെ വിധിക്കുന്നില്ല. ഇനി പൊയ്ക്കൊള്ളുക, ഇനി നീ പാപം ചെയ്യരുത്. പ്രിയരെ, എന്തുകൊണ്ട് കല്ലെറിഞ്ഞില്ല? അവൾ യേശുവിന്റെ അടുക്കൽ എത്തിയതുകൊണ്ട്. ജീവിതം മുഴുവൻ പാപത്തിൽ രമിച്ച ഒരു വ്യക്തിയാണ്, പാപത്തിൽ പിടിക്കപ്പെട്ട വ്യക്തിയാണ്, പ്രമാണപ്രകാരം കല്ലേറ് കൊള്ളേണ്ട വ്യക്തിയാ. പക്ഷേ എന്തുകൊണ്ട് കല്ലേറ് മാറിപ്പോയി? യേശുവിന്റെ അടുക്കൽ വന്നതിനാൽ. ഇന്നു രാത്രി വചനം കേൾക്കുന്ന വാത്സല്യ സുഹൃത്തെ, പാപഭാരം മാറാൻ മല ചവിട്ടണ്ട, പുണ്യവെള്ളം കുളിക്കണ്ട, പുണ്യാരാധനയ്ക്ക് പങ്കെടുക്കണ്ട, പുണ്യവെള്ളം കുടിക്കണ്ട, ആമേൻ, പുണ്യനേർച്ച നടത്തണ്ട. ഇന്നു രാത്രി ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് ഞാൻ പാപിയാണ് കർത്താവേ, ഗോൽഗോഥാ മലമുകളിൽ അവിടുന്ന് എനിക്ക് വേണ്ടിയാ തകർക്കപ്പെട്ടത്. എന്റെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ദൈവമേ, എന്റെ പാപം എത്ര ചുവപ്പായിരുന്നാലും അതിനെ ആമേൻ രക്താംബരം പോലെ ചുവന്നിരുന്നാലും അതിനെ പഞ്ഞി പോലാക്കുന്ന നാഥാ, എന്നോട് കൃപ കാണിക്കണമെന്ന് പറഞ്ഞാൽ പാപക്ഷമ നൽകാൻ ഇന്നു രാത്രിയും എന്റെ നാഥൻ ആമേൻ സന്മനസ്സുള്ള ദൈവമാ. ഹല്ലേലൂയ. ഒരായുസ് മുഴുവൻ പാപം ചെയ്ത് ജീവിച്ച ഒരു പുരുഷന്റെ പാപത്തെ അവിടുന്ന് ക്ഷമിച്ചെങ്കിൽ ജീവിതാനുഭവത്തിൽ നിലനിൽക്കുന്ന വേദപുസ്തകം പഠിപ്പിക്കുന്ന രഹസ്യപാപം, മുറുകെ പറ്റുന്ന പാപം, സുമേരാ പാപം. എന്താ രഹസ്യപാപം? അവൻ എനിക്കും പിന്നെ അറിയാമെങ്കിൽ ദൈവത്തിനും മാത്രം അറിയാവുന്നത്. ഭാര്യയോട് അവിശ്വസ്തത കാട്ടി, ഭർത്താവിനോട് അവിശ്വസ്തത കാട്ടി, മക്കളോട് അവിശ്വസ്തത കാട്ടി, ആരും അറിയാതെ രഹസ്യമായി നീ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപം. രണ്ട്, സ്വമേരയാ ചെയ്യുന്ന പാപം. പാപം പാപമാണെന്നറിയാം, എന്നിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന പാപം. മൂന്നാമത്തത് മുറുകെ പറ്റുന്ന പാപം. ഈ പാപ സ്വഭാവത്തെ വിടണമെന്ന് ആശയുണ്ട്, എന്നിട്ടും എനിക്ക് കഴിയുന്നില്ല. മദ്യപിച്ച് മതോമത്തനായി വീട്ടിൽ കയറി വന്ന് മക്കളെ തല്ലി, ഭാര്യയെ തല്ലി, ഭർത്താവ് വന്നിട്ട് ആഹാരം കഴിക്കാമെന്ന് കാത്തിരുന്ന ആ സഹോദരിയെ തല്ലിയിട്ട് അടുക്കളയിരുന്ന എല്ലാ പാത്രവും തല്ലിപ്പൊട്ടിച്ച് ഭക്ഷണ സാധനങ്ങൾ എടുത്ത് ദൂരെ കളഞ്ഞ് കിടന്നുറങ്ങിയ മനുഷ്യൻ രാവിലെ ഉറക്കമിടർന്നപ്പോൾ പാത്രങ്ങളെല്ലാം ഛിന്ന ഭിന്നമായി കിടക്കുന്നു. ഭാര്യയും മക്കളും ഒരു സ്ഥലത്തിരുന്ന് കരയുന്നു. അവയെ സുബോധം വന്നു. ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നേ? ഒന്നും അറിയാത്ത മനുഷ്യനെ പോലെ ചോദിക്കുന്ന ഭർത്താവിനോട് ഭാര്യയുടെ മറുപടി, നിങ്ങൾക്കൊന്നും അറിയത്തില്ലേ? കുഞ്ഞുങ്ങളുടെ മറുപടി, പപ്പയ്ക്കൊന്നും അറിയത്തില്ലേ? കാര്യങ്ങളെല്ലാം അവർ സവിസ്താരം വിവരിച്ചു. പപ്പ കാട്ടിക്കൂട്ടിയതായതെല്ലാം മക്കളുടെ ശിരസിൽ കൈവച്ചേച്ച് പറഞ്ഞു, മക്കളാണ്, ഇന്ന് ഞാൻ കുടിക്കത്തില്ല. ഭാര്യയുടെ തലയിലും കൈവച്ചേച്ച് പറഞ്ഞു, നിന്നാണ്, ഞാൻ ഇനി കുടിക്കത്തില്ല. അദ്ദേഹം സത്യമൊക്കെ ചെയ്ത് ഇറങ്ങിപ്പോയി. പകല് മുഴുവൻ പണിയെടുത്ത് വൈകിട്ട് വരുന്നത് ബിവറേജന്റെ ഫ്രണ്ടിൽ കൂടാ. മുറുകെ പറ്റുന്ന പാപം. രാവിലെ തീരുമാനമെടുത്തെങ്കിലും വൈകിട്ട് ഒരു ഉൾവലിവ്, അല്പം മദ്യപിക്കാൻ ഒരു താല്പര്യം. രാവിലെ ഉപേക്ഷിച്ചതാണ്, രാവിലെ വിട്ടുകളഞ്ഞതാണ്, സത്യം ചെയ്തതാണ്. പക്ഷേ അന്ന് വൈകിട്ടും വന്നത് ഇന്നലെ വന്നതുപോലെ തന്നെ. പലതും വിടാൻ ആഗ്രഹിച്ചിട്ടും നിന്നെ വിടാത്ത പാപം. പലതും ഉപേക്ഷിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ട്. അവൻ എത്രയോ സഹോദരങ്ങൾ ഈ തലത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാനൊരു യാത്ര പോയിട്ട് ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മെഡിസിൻ മേടിക്കണം. ഞാൻ അവിടെ നിൽക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ള ഒരു യുവനക്കാരൻ വന്ന് ഇൻസുലിൻ എടുക്കുന്ന ഒരു സിറിഞ്ച് ചോദിച്ചു. അപ്പോൾ അവിടെ നിന്ന ലേഡി പറഞ്ഞു, ആ ടൈപ്പിൽ സിറിഞ്ച് ഈ മെഡിക്കൽ സ്റ്റോറിൽ ഇല്ല. അവനെ പറഞ്ഞു വിട്ടു, കൊടുത്തില്ല. ഞാൻ ചോദിച്ചു, ഇൻസുലിൻ എടുക്കുന്ന സിറിഞ്ച് ഇവിടെ ഇല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചേട്ടാ, അതിവിടെ ഉണ്ട്,
പക്ഷെ അവന് കൊടുക്കാനില്ല. ഞാൻ എന്താ കാര്യം? അവന്റെ മുഖം കണ്ടാൽ അറിയത്തില്ലേ അവൻ ഡ്രഗ്സിന് അടിമയാണെന്ന്. അവൻ ഈ സിറിഞ്ച് മേടിച്ച് ശരീരത്തിൽ അത് ഇഞ്ചക്ട് ചെയ്യാനാ ഒരു സിറിഞ്ചിന് വേണ്ടി അവൻ വന്നത്. വലിയ സ്വപ്നങ്ങൾ കണ്ട് മക്കളെ വളർത്തുന്ന, വലിയ ആശകൾ അവരിൽ ചാർത്തി തലമുറകളുടെ നല്ല നില കാണാൻ ആഗ്രഹിക്കുന്ന എത്രയോ മാതാപിതാക്കൾ കണ്ണുനീരിലും വിലാപത്തിലും ആടുന്ന ഒരു ലോകത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. പലപ്പോഴും യുവാക്കൾ തീരുമാനിച്ചതാണ് ഇതിനെയൊക്കെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്ന്. ഇടം കൈയിൽ തട്ടി വലം കൈയുടെ പെരുവിരല് കൊണ്ടൊന്ന് ഞെരടി ചുണ്ടിന്റെ കീഴിലും കവിൾത്തടങ്ങളിലും വച്ചു നടക്കുന്ന പാൻപരാഗും ശംഭുവും ഗണേശും ജീവിതത്തെ പാഴും ശൂന്യവുമാക്കി ഞരമ്പുകളുടെ പ്രവർത്തനത്തെ ബ്ലോക്ക് ചെയ്ത് കോശങ്ങളെ മരവിപ്പിച്ച് നിന്നെ ക്യാൻസറിലേക്ക് കൊണ്ടുപോകുന്ന ആ മുറുകെ പറ്റുന്ന പാപമുണ്ടല്ലോ. സ്നേഹിത, സുഹൃത്തെ, കുഞ്ഞെ, നിനക്ക് വിടാൻ താല്പര്യമുണ്ടോ? നിന്റെ പാപത്തെ പൊറുക്കുന്ന ഒരു യേശു ഉണ്ട്. ആ നാഥനെയായി ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ഞങ്ങളിലാരും ഡ്രഗ്സിന് അടിമയല്ല, ഞങ്ങളിലാരും കഞ്ചാവിന് അടിമകളല്ല, ഞങ്ങളിലാരും മയക്കുമരുന്നുകൾക്കും മദ്യത്തിനും അടിമകളല്ല. ഞങ്ങൾ പ്രസംഗിക്കുന്നത് സുബോധത്തോടു കൂടെയാണ്. ഞങ്ങളുടെ പ്രസംഗത്തിന്റെ ആശയം നിങ്ങൾ നന്നായി ജീവിക്കണമെന്നാണ്. അതുകൊണ്ടാണോ സുവിശേഷകരെ നിങ്ങൾ വെറുക്കുന്നത്? അതുകൊണ്ടാണോ പള്ളി തകർക്കുന്നത്? അതുകൊണ്ടാണോ കുരിശ് പൊട്ടിക്കുന്നത്? അതുകൊണ്ടാണോ വഴിയോരത്തിലിട്ട് പട്ടിയെ തല്ലുന്നത് പോലെ ദൈവഭക്തന്മാരെ തല്ലുന്നത്? ഇന്ന് വരെ നിങ്ങളെ ഞങ്ങൾ ഉപദ്രവിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ നന്നാകണമെന്നുള്ള ആശയോടെ ഞങ്ങളെ നന്നാക്കിയ ക്രിസ്തുവിനെ ഞങ്ങൾ ഉയർത്തുകയാണ്. ഞങ്ങൾ ഇതുവരെ പള്ളി പൊളിച്ച ചരിത്രമില്ല, ഞങ്ങൾ ഇതുവരെ ഒരു മോസ്ക് പൊളിച്ച ചരിത്രമില്ല, ഞങ്ങൾ ഇതുവരെ ഒരു ക്ഷേത്രം പൊളിച്ച ചരിത്രമില്ല, ഞങ്ങൾ ഇതുവരെ ഒരു കാണിക്കവഞ്ച് പൊട്ടിച്ച ചരിത്രമില്ല. പക്ഷേ ഞങ്ങളുടെ പ്രസംഗ വിഷയം നിങ്ങളെ സ്നേഹിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ്. പാപത്തിന്റെ അന്ധതയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് തെറ്റാണോ? ഇന്ന് രാത്രി സഹോദര, ഈ സുവിശേഷത്തിന്റെ വചനത്തെ ഹൃദയാന്തർഭാഗത്ത് ഒന്ന് കൈക്കൊണ്ടിട്ട് നിന്നെ ഭരിക്കുന്ന മുറുകെ പറ്റുന്ന പാപം വിടാൻ മനസ്സുണ്ടെങ്കിൽ, പാപത്തിന്റെ വഴി വിടാൻ മനസ്സുണ്ടെങ്കിൽ, നിന്റെ പാപം എത്ര കടുഞ്ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ, രഹസ്യപാപത്തെ ക്ഷമിക്കുവാൻ, മുറുകെ പറ്റുന്ന പാപത്തെ ക്ഷമിക്കുവാൻ, സ്വമേധയാ ചെയ്തു കൂട്ടിയ പാപത്തെ ക്ഷമിക്കുവാൻ കഴിവുള്ള ഒരു രക്ഷകനെ ഇന്നു രാത്രി ഞങ്ങൾ ഉയർത്തുകയാണ്. അവിടുന്ന് മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി ഗോൽഗോഥാ മലമുകളിൽ തകർക്കപ്പെട്ട ഏകരക്ഷകനായ ക്രിസ്തു. രണ്ട് കാര്യങ്ങൾ 3 മണിക്കൂറിലെ ഇരുട്ടിൽ എന്റെ നാടൻ നമുക്ക് വേണ്ടി ചെയ്തു തന്ന 2 കാര്യങ്ങൾ. ഒന്ന്, കൃപാസനത്തിലേക്ക് കയറി ചെല്ലാൻ തിരശീല മേൽതൊട്ടടിയോളം ചിന്തിപ്പോയി. രണ്ടാമത്തേത്, നമ്മുടെ സകല പാപങ്ങളെ ഒക്കെ ശുദ്ധീകരിച്ച് ആ നാഥനോട് ചേർത്ത് നിർത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തെ ആമേൻ യാഗവസ്തുവിനെ പോലെ അർപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് ആ വെളിപ്പാട് പുസ്തകം 5-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലുമുള്ളവരെ പിതാവിനായി വിലയ്ക്ക് വാങ്ങി അവരെ അവിടുത്തേക്കൊരു ജാതിയും ഒരു രാജ്യവും പുരോഹിത വർഗവുമാക്കി വച്ചിരിക്കുന്നു. നമ്മളെ ഒരു പുരോഹിത വർഗമാക്കി, ഒരു രാജ്യമാക്കി വയ്ക്കുവാൻ മാനവകുലത്തിന്റെ രക്ഷകനായ ക്രിസ്തു ഗോൽഗോഥാ മലമുകളിൽ തകർക്കപ്പെട്ടു. 3, ക്രിസ്തു നമുക്ക് വേണ്ടി ഈ 3 മണിക്കൂറിലെ ഇരുട്ടിൽ നമുക്ക് വേണ്ടി ചെയ്തതെന്ത്? എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു കേട്ടാലും. എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങൾ കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന് നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും. അവൻ 3-ാമത്തെ കാര്യം പറയുന്നത്, വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് ഇരുപക്ഷത്തെയും ക്രിസ്തുവിൽ ഒന്നാക്കിയ സംഭവമാണ് ഗോൽഗോഥാ മലമുകളിൽ 3 മണിക്കൂർ നീണ്ടു നിന്ന ഇരുട്ടിനകത്ത് നടന്നത്. എന്താണ് ഇരുപക്ഷം?
പ്രമാണമുള്ള ന്യായപ്രമാണമുള്ള ഇസ്രായേലും പ്രമാണമില്ലാത്ത ജാതിയും. അവർക്ക് യാഗമുണ്ട്, അവർക്ക് വാഗ്ദത്തങ്ങളുണ്ട്, അവർക്ക് പ്രമാണങ്ങളുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാത്ത ഒരു കൂട്ടം ജനത. നമുക്കറിയാം, ഒരു യഹൂദൻ ശമരിയ പട്ടണത്തിൽ കാലുവയ്ക്കില്ല. അതിന്റെ കാരണം എന്താണ്? ശമരിയർ പാപികളെന്ന് മുദ്ര കുത്തിയത് കൊണ്ടാണ്. മറ്റുള്ളവരുമായി ബന്ധമില്ലാതെ ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്, ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, ഞങ്ങൾക്ക് വാഗ്ദത്തമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവകൃപ വിട്ട് പിന്മാറിയ യഹൂദനെയും പ്രമാണമില്ലാത്ത ജാതികളെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ച് പിതാവാം ദൈവത്തിന്റെ സന്നിധിയിൽ ക്രിസ്തുവിലൂടെ കൊണ്ടെത്തിക്കേണ്ടതിന് മാനവകുലത്തിന്റെ രക്ഷകനായ ക്രിസ്തു ഗോൽഗോഥാ മലമുകളിൽ തകർക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിന്റെ അന്തരം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അവൻ ഒരു കാലഘട്ടത്തിൽ പ്രമാണത്തിൽ നിന്ന് പുറത്താകുന്നവനെ ശപിക്കപ്പെട്ടവനായി കരുതിയ കാലം. ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 10-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ കൊർന്നൊല്യോസിന്റെ വീട്ടിൽ അപ്പോസ്തലനായ പത്രോസ്ലീഹായുടെ പ്രഭാഷണം നമുക്കവിടെ കാണാം. ജാതികളുമായി ഞങ്ങൾ ചേരത്തില്ലല്ലോ, അവരുമായി ഞങ്ങൾ കലരത്തില്ലല്ലോ എന്ന് പ്രസ്താവിക്കുന്ന അപ്പോസ്തലനായ പത്രോസ്ലീഹായുടെ വാക്കുകൾ ജാതികളുമായി ഇടകലരാതെ ജീവിച്ച യഹൂദനെയും ആമേൻ ജാതികളെയും അഥവാ യഹൂദനല്ലാത്ത സകലരെയും യേശു എന്ന രക്ഷകന്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു പറഞ്ഞു, ഇനി യാഗത്താലല്ല, ആമേൻ ഉത്സവങ്ങളാലല്ല, കർമ്മങ്ങളാലല്ല, ക്രിയകളാലല്ല, യേശു എന്ന രക്ഷകനെ കൈക്കൊണ്ട് അവിടുത്തെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവകാശം ലഭിച്ചതാണ് മാനവകുലത്തിന്റെ രക്ഷകനായ ക്രിസ്തുവിന്റെ ക്രൂശിലെ പരമയാഗം. ഹല്ലേലൂയ. ആമേൻ. അബ്രഹാം പിതാവ് അദ്ദേഹത്തിലൂടെ വാഗ്ദാനം ചെയ്ത സകല അനുഗ്രഹത്തിനും നമ്മൾ പങ്കാളിത്തം വഹിക്കേണ്ടതിന് ഗലാത്യലേഖനത്തിൽ പൗലോസ് അങ്ങനെയാ പറയുന്നത്, അബ്രഹാമിലുള്ള അനുഗ്രഹം നമ്മിലും വരേണ്ടതിന് നമ്മളെ പുതു മനുഷ്യനാക്കി ക്രിസ്തുവിനോട് ചേർത്തിണയ്ക്കുവാനിടയായി. അബ്രഹാം പിതാവിൽ എന്തൊക്കെ അനുഗ്രഹമുണ്ടോ ആ അനുഗ്രഹം നമ്മിൽ വരേണ്ടതിന് ക്രിസ്തു ആമേൻ ആ തിരുശരീരത്തോട് നമ്മളെയും ആമേൻ യഹൂദനെയും ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, രണ്ടു കൂട്ടർക്കും ഞാൻ തന്നെ വഴിയും, ഞാൻ തന്നെ സത്യവും, ഞാൻ തന്നെ ജീവനുമാകുന്നു. എന്നിലൂടെ അല്ലാതെ ഇനി ആർക്കും പിതാവിന്റെ അടുക്കലേക്ക് പ്രവേശനമില്ല. കാൽവറി ക്രൂശ് ചെയ്ത മൂന്നാമത്തെ കാര്യമെന്ത്? നമുക്കും പിതാവിന്റെ അടുക്കലേക്കുള്ള പ്രവേശനം സാധ്യമാക്കി. നാലാമത്തെ വിഷയത്തിലേക്ക് വരാം. നാലാമത്തെ കാര്യം, ആമേൻ. മത്തായി സുവിശേഷം 27-ാമത്തെ അധ്യായം 52-53 വാക്യങ്ങൾ കൂടെ അവിടെ വായിക്കുന്നത്, വലിയൊരു ഭൂചലനമുണ്ടായി, കല്ലറകൾ തുറന്നു, വിശുദ്ധന്മാർ ആമേൻ കല്ലറകളിൽ നിന്നവർ പുറത്തു വന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം അവർ പലർക്കും പ്രത്യക്ഷമായി എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നു. ഇത് ഒരു നിഴലായി നിൽക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് 1 തെസ്സലോനിക്ക ലേഖനം 4-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇങ്ങനെ നാം ഒരുമിച്ച് കർത്താവിന് എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. ഹല്ലേലൂയ. ഒരു ഉയർത്തെഴുന്നേൽപ്പ് പ്രഖ്യാപനം ചെയ്യപ്പെട്ടു ക്രൂശിലെ പരമയാഗ മുഖാന്തരം. 5-ാമത്തെ കാര്യം കൂടെ ശ്രദ്ധിച്ചേ. 1 പത്രോസിന്റെ ലേഖനം 3-ാമത്തെ അധ്യായം 18 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാലും അവൻ 1 പത്രോസ് ലേഖനം 3-ാമത്തെ അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്, ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ നമുക്ക് വേണ്ടി മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത്
പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. മതി. 3 മണിക്കൂറത്തെ ഇരുട്ടിനകത്ത് നടന്ന 5ാമത്തെ കാര്യം, നോഗയുടെ കാലത്ത് ജലപ്രളയം മുഖാന്തരം നശിച്ചുപോയവരുടെ ആത്മാക്കളുടെ അടുക്കൽ ചെന്ന് അവരോട് പ്രസംഗിച്ചു. എന്ത് പ്രസംഗിച്ചു? സ്തോത്രം. അവൻ പ്രസംഗിച്ച വിഷയം, നോഗ പണിത പെട്ടകത്തിനകത്ത് നിങ്ങളാരും കയറിയില്ല, ആ പെട്ടകം എന്നെ കാണിക്കുന്നു. അല്പജനം എന്ന് വെച്ചാൽ 8 പേർ പെട്ടകത്തിൽ കടന്ന് രക്ഷ പ്രാപിച്ചു. ആ പെട്ടകത്തിന് ഒരേ ഒരു വാതിൽ, ആ വാതിൽ ഞാൻ തന്നെ. ആമേൻ. നോഗ തുടങ്ങിയ സകല പ്രവാചകന്മാരും പ്രവചിച്ചു വച്ച, ലോകം കാണാൻ ആഗ്രഹിച്ച ആ രക്ഷകൻ ഞാനാണ്, എന്റെ നിഴലായിരുന്നു ആ പെട്ടകം എന്ന സുവിശേഷം അവരുടെ അടുക്കൽ ചെന്ന് പ്രസംഗിച്ചു. പ്രൈസ് ദി ലോർഡ്. തെറ്റിദ്ധരിക്കരുത്. ആമേൻ. നോഗയുടെ കാലത്ത് മരിച്ചുപോയവരെ സുവിശേഷം പറഞ്ഞ് സ്വർഗത്തിൽ കൊണ്ടുപോകാനല്ല പ്രസംഗിച്ചത്. പിന്നെയോ, നോഗ പണിത പെട്ടകം, രക്ഷയിൻ പെട്ടകം, അതിൽ ഒരേ ഒരു വാതിൽ, അത് ക്രിസ്തു തന്നെ എന്ന് അവരെ അറിയിച്ചേച്ച് നാഥൻ തിരിച്ചു വന്നു. പ്രൈസ് ദി ലോർഡ്. അവർ നിഴലായി കണ്ടത് പൊരുളായി തെളിയിച്ച് അവരെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം യേശു കർത്താവ് അവരുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്നു. ഇന്ന് രാത്രി ശ്രദ്ധിക്കൂ. 3 മണിക്കൂറത്തെ ഇരുട്ടിൽ നടന്ന 5 കാര്യങ്ങൾ. ഒന്നാമത്തേത്, തിരശീല മേൽ തൊട്ടടിയോളം ചീന്തിപ്പോയി. രണ്ടാമത്തേത്, പാപിയായ മനുഷ്യന് ക്രിസ്തുവിനോട് ചേർത്ത് നിർത്തി പാപമോചനം നൽകി നിത്യതയ്ക്കായി അവനെ ഒരുക്കി. മൂന്നാമത്തേത്, ജാതിയെയും യഹൂദനെയും യേശു ക്രിസ്തുവിൽ ഒരു പുതു ശരീരമാക്കി നിത്യതയ്ക്കായി അവനെ ഒരുക്കി. നാലാമത്തേത്, വരാനിരിക്കുന്ന ദൈവജനത്തിന്റെ ഉൾപ്രാവണത്തെ പ്രത്യക്ഷമായി ഭൂകമ്പം, കൂരിരുട്ട് ഇത് മുഖാന്തരം ഉയർത്തെഴുന്നേറ്റ ശരീരങ്ങളെ പ്രഖ്യാപനം ചെയ്തു. അഞ്ചാമത്തേത്, അവൻ നോഗയുടെ കാലഘട്ടത്തിൽ ജലപ്രളയം മുഖാന്തരം മരിച്ചുപോയ അടുക്കൽ ചെന്ന് ഞാനാണ് നോഗ പ്രസംഗിച്ച രക്ഷകനെന്ന് അവരോട് പ്രസംഗിച്ചു. 3 മണിക്കൂർ നമ്മളാരും അറിയാത്ത 5 സംഭവങ്ങൾ അവിടെ നടക്കുമ്പോൾ സദാധിപൻ വിളിച്ചു പറഞ്ഞു, വാസ്തവത്തിൽ അവൻ ദൈവപുത്രനായിരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ പ്രിയരെ, ഈ ദൈവപുത്രനായ ക്രിസ്തു മാനവകുലത്തിന്റെ രക്ഷകനാണ്. ഒരു വംശത്തിന്റെ രക്ഷകനല്ല, ഒരു ജാതിയുടെ രക്ഷകനല്ല, ഒരു ഗോത്രത്തിന്റെ രക്ഷകനല്ല, ഒരു സമൂഹത്തിന്റെ രക്ഷകനല്ല. സർവ്വലോകത്തിനും വരുവാനിരിക്കുന്ന രക്ഷ, വന്ന വെളിച്ചം, സർവ്വലോകത്തിന്റെയും ആശ്വാസദായകനിൽ ഇന്ന് രാത്രി സഹോദര സഹോദരി നിങ്ങൾക്ക് വിശ്വസിക്കാൻ മനസ്സുണ്ടോ? ജീവിതത്തെ ഭരിക്കുന്ന പാപത്തിന്റെ ഘോരത്വം എത്ര വലുതായാലും പാപത്തിന്റെ കറകളെ പോക്കി ശുദ്ധീകരിക്കുന്ന യേശുവിൽ പ്രത്യാശ വയ്ക്കാൻ ഇന്ന് രാത്രി നിങ്ങൾ ആശിക്കുന്നുവോ? വേറെ പുസ്തകം ഇങ്ങനെ പറയും, യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. അപ്പോസ്തലപ്രവൃത്തി 4:12, മറ്റൊരുത്തലിനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശു ക്രിസ്തു എന്ന നാമം മാത്രം. റോമർക്കെഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം 9 മുതലുള്ള വാക്യം, കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നീ വായ് കൊണ്ട് ഏറ്റുപറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും. പ്രിയ സുഹൃത്തെ, മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഗോൽഗോഥാ മലമുകളിൽ നീണ്ട 3 മണിക്കൂറിലെ കൂരിരുട്ടിനകത്ത് നമ്മുടെ രക്ഷ യേശു ക്രിസ്തു സാധ്യമാക്കിയെങ്കിൽ ഇനി ഒരു രക്ഷയ്ക്ക് വേറൊരു വഴിയില്ല. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ആമേൻ. പാപമോചനത്തിന് വേറൊരു വഴിയില്ല. ഏക രക്ഷകൻ യേശു ക്രിസ്തു മാത്രം. ഇന്ന് രാത്രി മറക്കല്ലേ, ഒരിക്കലായവൻ അർപ്പിക്കപ്പെട്ടു. ആ കർത്താവിനെ കാത്തു നിൽക്കുന്നവരെ ചേർപ്പാൻ അവിടുന്ന് എത്രയും വേഗം വരാൻ പോകുകയാണ്. ഇന്ന് രാത്രി ജീവിതത്തിൽ അവൻ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എത്ര വലുതുമാകട്ടെ, പാപഭാരം, അവൻ പാപബോധം ഇന്ന് രാത്രി ഉണ്ടാകുന്നു എങ്കിൽ കർത്തൃസന്നിധിയിലേക്കൊന്ന് വരാൻ നിങ്ങൾക്ക് ആശയുണ്ടോ? അപ്പനെ വിട്ട് ഇറങ്ങിപ്പോയ ഒരു മകന്റെ ചരിത്രം
ലൂക്കോസ് സുവിശേഷം 15-ാമത്തെ അധ്യായം പഠിപ്പിക്കുന്നുണ്ട്. ആ മകൻ തിരിച്ചു വന്ന് പറഞ്ഞപ്പ, ഞാൻ അങ്ങയോട് സ്വർഗത്തോടും പാപം ചെയ്തു, അവിടുത്തെ മകനെന്ന് വിളിപ്പാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞ ഉടൻ ആ മനുഷ്യനെ കെട്ടിപ്പുണർന്ന് സ്വന്തം മോനായി സ്വീകരിക്കാനുള്ള മനസ്സ് അപ്പനുണ്ടായത് യേശു കർത്താവ് ഉപമയായി പറയാനിടയായി. ആരായി ഈ അപ്പൻ? ഞാനിന്ന് രാത്രി ഉയർത്തി കാണിക്കുന്ന യേശുവാ. ജീവിതത്തിൽ ഹൃദയം കൊണ്ട് കർത്താവിനെ വിട്ടകന്ന് വിശ്വാസത്തിൽ നിൽക്കുവാൻ കഴിയാതെ രഹസ്യപാപങ്ങൾ, മുറുകെ പറ്റുന്ന പാപങ്ങൾ, സ്വമേധാഭാവങ്ങൾ, ജീവിതത്തിലെ ഏതെങ്കിലും അകൃത്യങ്ങൾ നിങ്ങളെ സാരമായി ബാധിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി തിരിച്ചു വരാൻ എത്ര പേർക്ക് ആശയുണ്ട്? സമയത്തിന്റെ പരിമിതി മുഴുവൻ വാക്കുകളെ നിർത്തുകയാണ്. ഇന്ന് രാത്രി വചനത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും, അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന, രക്താംബരം പോലെ ചുവന്നിരുന്നാലും അതിനെ പഞ്ഞി പോലെയാക്കുന്ന നാഥൻ ഇന്നു രാത്രി ഇവിടെ ആഗതനായിട്ടുണ്ട്. എത്ര പേർക്ക് ആശയുണ്ട്? മാനകുലത്തിന്റെ രക്ഷ കാൽവറി കുലക്കളത്തെ സാധ്യമാക്കിയ ഈ യേശുവിനെ രക്ഷകനായി അംഗീകരിപ്പാൻ ഒരു നിമിഷം കണ്ണുകളെ ഒന്നുടയ്ക്കാം. ദൈവകരങ്ങളിലേക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ച് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിലേക്ക് ഒരു നിമിഷം കണ്ണുകളെ ഉയർത്തി, ആമേൻ, ഈ രക്ഷ എനിക്ക് വേണമെന്ന് നിങ്ങൾ ആശിക്കുന്നുവെങ്കിൽ, മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി 5 കോടതികളിൽ 6 പ്രാവശ്യം വിസ്തരിക്കപ്പെട്ട് ഭാരമേറിയ മരക്കുരിശ് ചുമന്ന് ഗോൽഗോഥാ മലമുകളിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശുനാഥൻ ആ കുലക്കളത്തിൽ പരമയാഗമാകുമ്പോൾ നീണ്ട 3 മണിക്കൂർ സൂര്യൻ ഇരുണ്ടുപോയി, ചന്ദ്രന്റെ പ്രകാശം മങ്ങി, പട്ടാപ്പകൽ കൂരിരുട്ടായ ഒരു സംഭവം ലോകചരിത്രത്തിലുണ്ടെങ്കിൽ അതെന്റെ യേശു കർത്താവിന്റെ കാൽവറി ക്രൂസിലെ പരമയാഗത്തിലായിരുന്നു. ആ യാഗത്തിങ്കൽ, ആ കാൽവറി ക്രൂസിലെ തകർച്ചയെങ്കിൽ ഒരു ഭൂചലനമുണ്ടായ ഒരു ചരിത്രമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ കാൽവറി ക്രൂസിലെ മരണത്തിലാണ്. കല്ലറകൾ തുറന്ന ഒരു ചരിത്രമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ പരമയാഗത്തിലാണ്. ദേവാലയത്തിലെ തിരശീല മേൽനൊട്ടടിയോളം ചീന്തിപ്പോയ ഒരു ചരിത്രം